Hello everybody. So now in this video we discussed dividend adjustment in consolidation. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലൊക്കെ ഉടനീളം കാണുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഡിവിഡൻഡ്. അപ്പൊ അത് നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് പഠിക്കാം ഇൻ സിമ്പിൾ വേ. റെഡി? ആൻഡ് ബൈ ദ വേ ഇറ്റ്സ് എ സിമ്പിൾ അഡ്ജസ്റ്റ്മെന്റ്. റെഡി? നൗ first of all, before coming into dividend adjustment in consolidation, let me discuss you the basic clarity and basic entries of dividend. Ready? So first of all, basic clarity. Remember, dividend എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ടെക്നിക്കലി ഡിവിഡൻഡ് എന്ന് വിളിക്കുക. റെഡി? ആൻഡ് ഈ ഡിവിഡൻഡ് തന്നെ ആക്ച്വലി ദർ ആർ ഇൻ ടു വേ. ഒന്ന് ഫൈനൽ ഡിവിഡൻഡ്, മറ്റൊന്ന് ഇന്ററിം ഡിവിഡൻഡ്. ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലെറ്റ്സ് സേ 2021 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഇയർ, ആ ഫൈനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 31 മാർച്ച് 2021 ഫൈനാൻഷ്യൽസ് ക്ലോസ് ചെയ്തിട്ടുള്ള ആ പ്രോഫിറ്റിന്റെ ഡിവിഡൻഡ്, ആ ആനുവൽ പ്രോഫിറ്റിന്റെ മുകളിൽ ഡിവിഡൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫൈനൽ ഡിവിഡൻഡ്. പ്രോബബ്ലി അത് ചിലപ്പോൾ നമ്മൾ കൊടുക്കുക നെക്സ്റ്റ് AGM-ലൊക്കെ ആയിരിക്കും. റെഡി? ബട്ട് റിമെമ്പർ, ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർവൽ ഡിവിഡൻഡ്, അല്ലെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ലിസ്റ്റഡ് കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷെയർ ഹോൾഡർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊല്ലം വരെ കാത്തിരിക്കണം അല്ലോ നമ്മൾ നോർമലി ഡിവിഡൻഡ് കയ്യിലോട്ട് കിട്ടാൻ. പക്ഷെ അതിന് പകരം ഇപ്പോൾ ഒരു ലിസ്റ്റഡ് കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഓരോ 3 മാസം ക്വാർട്ടർ കൂടുമ്പോൾ ഫൈനാൻഷ്യൽസ് ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിന്റെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ ക്വാർട്ടർലി അല്ലെങ്കിൽ 6 month ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇന്ററിം ഡിവിഡൻഡ് എന്ന് വിളിക്കുക. റെഡി? ദാറ്റ്സ് ഇറ്റ്. നൗ കാര്യത്തിലോട്ട് വരാം. റെഡി? നമ്മളൊരു ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് കിട്ടുമ്പോൾ എന്താണ് ബേസിക് ജേണൽ എൻട്രീസ്? ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്, എന്നിട്ടാണ് നമ്മൾ ഇതിന്റെ കൺസോളിഡേഷൻ മാറ്റേഴ്സ് ഒക്കെ പറയുന്നത്. റെഡി? ദാറ്റ്സ് ജസ്റ്റ് എ ബേസിക്. റെഡി? സാധാരണഗതിയിൽ ഒരു ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ എൻട്രി എന്താണ്? സോ ആദ്യം കൊടുക്കുന്ന കമ്പനി എന്ത് എൻട്രി എഴുതും എന്നുള്ളതാണ്. റെഡി? സോ റിമെമ്പർ, കൊടുക്കുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് an appropriation from profit. പ്രോഫിറ്റിലെ ഡിസ്ട്രിബ്യൂഷൻ ആണ്, ലൈക്ക് an expense. സോ സാധാരണ നമ്മൾ റെന്റ് പേ ചെയ്യുമ്പോൾ എൻട്രി എന്താണോ അതൊക്കെ തന്നെയാണ് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ എൻട്രി. അതായത് ഡിവിഡൻഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. റെഡി? ആൻഡ് സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ ഡിവിഡൻഡ് നമ്മൾ P&L ക്ലോസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ദിസ്. പക്ഷെ നമ്മൾ ഇങ്ങനെ പറയാറില്ല. ഇൻസ്റ്റെഡ് ഓഫ് കട്ടിങ് ദിസ് ആൻഡ് ദിസ് വി സ്ട്രൈറ്റ്ലി സേ P&L അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ദാറ്റ്സ് ഇറ്റ്. റെഡി? സോ ഇൻ ഷോർട്ട്, കൊടുക്കുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോഫിറ്റ് കുറയും, റിസർവ്സ് കുറയും, ഒപ്പം ക്യാഷും കുറയും. റെഡി? അപ്പൊ കൊടുക്കുന്ന കമ്പനി ഒരു ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ട് എങ്കിൽ ദിസ് വിൽ ബി ദ എൻട്രി. റെഡി? സോ ഇഫ് എ ഡിവിഡൻഡ് ഡിക്ലയർഡ് and paid, then this will be the entry. But remember, a company's dividend declared but not paid. But remember, നമ്മളൊരു ഡിവിഡൻഡിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആനുവൽ ഡിവിഡൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 31 മാർച്ചിന് ഫൈനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്തിട്ട് ആ ഫൈനാൻഷ്യൽസ് ആദ്യം എന്ത് ചെയ്യും, ബോർഡ് ഫൈനലൈസ് ചെയ്തിട്ട് സൈൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ബോർഡ് മീറ്റിംഗ് കൂടും വിത്തിൻ 1 month അറൗണ്ട്. റെഡി? സോ നിങ്ങൾ ലോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? സോ ഈ ബോർഡ് മീറ്റിംഗിൽ അവരെന്ത് ചെയ്യും, ഒരു ഡിവിഡൻഡിന്റെ പെർസെൻറ്റേജ് റെക്കമെൻഡ് ചെയ്യും, പ്രപ്പോസ് ചെയ്യും. എന്നിട്ട് AGM എന്നാണോ കൂടുന്നത് ആ AGM-ലാണ് നമ്മൾ ഒഫീഷ്യലി എന്ത് ചെയ്യുക, ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഡിവിഡൻഡ് കൊടുക്കാം എന്നുള്ള തീരുമാനം ഫൈനലി കൺഫേം ആവുന്നത്. ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്യുമ്പോൾ ഒരിക്കലും അതെന്താവുന്നില്ല, ഒരു ലാബിലിറ്റി ആവുന്നില്ല, കൊടുക്കേണ്ടതില്ല. കാരണം അത് ഫൈനലി കൺഫേം ആവണമെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ റെസൊല്യൂഷൻ പാസ്സാക്കണം. റെഡി? സോ ഇൻ ഷോർട്ട്, അങ്ങനെ AGM-ൽ ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 123 ഓഫ് കമ്പനീസ് ആക്ട് പ്രകാരം
ഡിക്ലെയർ ചെയ്തു 30 ഡേയ്സിനകം ആ ഷെയർ ഹോൾഡറുടെ അക്കൗണ്ടിലോട്ട് അത് ക്രെഡിറ്റ് ചെയ്യണം. ഇൻ കേസ് ആ ഷെയർ ഹോൾഡർ അക്കൗണ്ട് അപ്പേക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ഡിവിഡൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഡെപ്പോസിറ്റ് അക്കൗണ്ടിലോട്ടൊക്കെ മാറ്റണം. ഇതൊക്കെയാണ് നിങ്ങൾ കമ്പനി ആക്ടിൽ, കമ്പനി ലോയുടെ സെക്ഷൻ 123 ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പക്ഷേ നിങ്ങൾ ലോ കേട്ടിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. റെഡി? സോ ബൈ ദ വേ എന്റെ മാറ്റർ എന്താ വെച്ചാൽ നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. ദാറ്റ് മീൻസ് ഒഫീഷ്യലി വി ഡിസൈഡഡ് ടു ഗിവ് ഇറ്റ് ബട്ട് നോട്ട് പെയ്ഡ് ആക്ച്വലി. ദെൻ വാട്ട് വിൽ ബി ദ ജേണൽ എൻട്രി? ദെൻ ദ എൻട്രി വിൽ ബി P&L അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. നോ, ബിക്കോസ് നമ്മളത് പേ ചെയ്തിട്ടില്ലല്ലോ. പകരം this is like an outstanding liability. So we take dividend payable. So in short, കൊടുക്കുന്ന കമ്പനി എന്താണ് ഡിവിഡൻഡുമായിട്ട് ബന്ധപ്പെട്ട് ജേണൽ എൻട്രി ചെയ്താന്ന് ചോദിച്ചാൽ in simple way we always debit to P&L. ready? P&L account to cash if it is paid, and if it is not paid, dividend payable അല്ലെങ്കിൽ dividend outstanding. ready? So this will be the effect. clear? ready? ഇതാണ് കൊടുക്കുന്ന കമ്പനി. റെഡി? നൗ ഇതേ പോയിന്റിൽ കിട്ടുന്ന കമ്പനി, നമ്മൾ മറ്റൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ റിസീവിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് മറ്റൊരാൾ ഡിവിഡൻഡ് തരുകയാണെങ്കിൽ എന്തായിരിക്കും? ഫോർ റിസീവിംഗ് പാർട്ടി ഇറ്റ്സ് എൻ ഇൻകം അല്ലേടാ. സോ അപ്പൊ അവർക്ക് ഇത് ഡിവിഡൻഡ് ഡിക്ലെയർഡ് ആൻഡ് റിസീവ്ഡ് ആണെങ്കിൽ വി വിൽ ഡെബിറ്റ് ടു ക്യാഷ് ആൻഡ് ടു P&L. ക്ലിയർ? റെഡി? ബട്ട് റിമെമ്പർ, ഡിവിഡൻഡ് റിസീവ് ആയിട്ടില്ല. ഡിക്ലെയർഡ് ബട്ട് നോട്ട് റിസീവ്. അങ്ങനെയാണെങ്കിൽ ഡിവിഡൻഡ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കറണ്ട് അസറ്റ് ആയിരിക്കും. സോ ഇൻ ഷോർട്ട്, ഡിവിഡൻഡ് ഡിക്ലെയർ ബട്ട് നോട്ട് പെയ്ഡ് ആണെങ്കിൽ ഡിവിഡൻഡ് പേയബിൾ എന്ന് പറഞ്ഞ ലാബിലിറ്റി സെറ്റിൽ ചെയ്യുന്ന പോലെ, റിസീവ് ചെയ്യുന്ന കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ബട്ട് ഇറ്റ് ഈസ് നോട്ട് റിസീവ്ഡ്, ദെൻ ദിസ് ഇസ് ലൈക്ക് എൻ അക്രൂഡ് ഇൻകം കിട്ടാനുണ്ട്. അപ്പോ നമ്മൾ മറ്റൊരു അസറ്റ് ആയ കറണ്ട് അസറ്റ് ഡിവിഡൻഡ് റിസീവബിൾ എന്ന് പറഞ്ഞ് ചെയ്തു. സോ ആർ യു ഓക്കേ? ദാറ്റ്സ് ഇറ്റ്. നൗ ജസ്റ്റ് എ മിനിറ്റ്. ഒരു ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനി, കിട്ടുന്ന കമ്പനി എന്താണ് എൻട്രി എഴുതിയെന്ന് പറഞ്ഞു. റെഡി? റിമെമ്പർ, ഈ എൻട്രി, കിട്ടുന്നതും കൊടുക്കുന്നതും എൻട്രി നമ്മൾ ഇന്ത്യസ് 110 പ്രകാരം ഡിവിഡൻഡ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് പറയുന്നത്. ഇന്ത്യസ് ട്രീറ്റ്മെന്റ് ആണ്. AS ചില മാറ്റങ്ങളുണ്ട്. ഇപ്പൊ ഈ P&L ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം പ്രീ അക്വസിഷൻ ഡിവിഡൻഡ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിലോട്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. പോസ്റ്റ് അക്വസിഷൻ ഡിവിഡൻഡ് ആണെങ്കിലാണ് P&L. ഇങ്ങനെ ഓൾഡ് സിലബസിലൊക്കെ AS ബേസ്ഡ് ട്രീറ്റ്മെന്റിനെ വെച്ചിട്ടൊക്കെ ആയിരുന്നു അന്നൊക്കെ എൻട്രി ചെയ്തിരുന്നത്. റെഡി? പക്ഷെ ഇന്ന് കാര്യങ്ങൾ എളുപ്പമാണ്. പ്രീ ആവട്ടെ പോസ്റ്റ് ആവട്ടെ. എന്താണ് ഈ പ്രീ അക്വസിഷൻ ഡിവിഡൻഡ്, പോസ്റ്റ് അക്വസിഷൻ ഡിവിഡൻഡ്? അതൊന്നും ഇനി ആക്ച്വലി നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം നിങ്ങളെ അത് ബാധിക്കുന്നില്ല. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, വി ഓൾവേസ് ക്രെഡിറ്റ് ടു P&L. ഇതാണ് കിട്ടുമ്പോഴും കൊടുക്കുമ്പോഴില്ല ജേണൽ എൻട്രീസ്. ഇനി ഇതിനെ മെല്ലെ നമുക്ക് കൺസോളിഡേഷനിലോട്ട് കൊണ്ടുവരാം. റെഡി? നൗ ആദ്യം ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ എച്ച് ലിമിറ്റഡിൽ എന്ത് ചെയ്തു? ഒരു 80% ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ എസ് ലിമിറ്റഡ് ഡിവിഡൻഡ് കൊടുക്കുകയാണെന്നിരിക്കുക, ഡിവിഡൻഡ് ഗിവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ആ ഡിവിഡൻഡിന്റെ ഒരു 80% ആർക്ക് കിട്ടും മക്കളെ? എച്ച് ലിമിറ്റഡ്. റെഡി? അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ എസ് ലിമിറ്റഡ് എന്ത് ഡിവിഡൻഡ് കൊടുത്താലും അവിടെ ഒരു ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ പോലെ അത് ആരെ കൂടെ ബാധിക്കും? എച്ച് ലിമിറ്റഡ്, അതിന്റെ 80%. നേരെ മറിച്ച് എച്ച് ലിമിറ്റഡ് ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു അംശം എസ് ലിമിറ്റഡ് ഒന്നും പോവില്ല, അത് ഔട്ട്സൈഡേഴ്സിനാണ്. അപ്പൊ അത് നമ്മുടെ ചർച്ചയല്ല. റെഡി? അപ്പൊ സ്വാഭാവികമായിട്ടും അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ സ്വാഭാവികമായിട്ടും എച്ച് ലിമിറ്റഡ് ഡിവിഡൻഡ് കൊടുത്താൽ ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ ഇതേ ഇമ്പാക്ട് അവരുടെ ബുക്കിൽ ഉണ്ടാവും. റെഡി? പക്ഷെ അതിനൊരു കൗണ്ടർ ഇമ്പാക്ട് ഇവരുടെ ബുക്കിൽ ഉണ്ടാവില്ല. കാരണം ഇവര് ഡിവിഡൻഡ്, എച്ച് ലിമിറ്റഡ് എന്ന് പറയുന്ന പാരന്റ് കമ്പനി ഡിവിഡൻഡ് കൊടുത്താൽ ആ ഡിവിഡൻഡ് അർഹമായത് ആരായിരിക്കും? എച്ച് ലിമിറ്റഡിന്റെ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും അല്ലെ? പക്ഷെ അപ്പോ എസ് ലിമിറ്റഡിന് അത് കിട്ടുമൊന്നുമില്ല. പക്ഷെ എസ് ലിമിറ്റഡ് ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ എസ് ലിമിറ്റഡിന്റെ 80% ഇൻവെസ്റ്റേഴ്സ് എച്ച് ലിമിറ്റഡ് ആണല്ലോ. അപ്പോൾ അതിന്റെ 80% ആർക്കും കൂടെ കിട്ടും? എച്ച് ലിമിറ്റഡ്. ബാക്കി 20% ആർക്കായിരിക്കും? NCA ആയിരിക്കും. റെഡി? ദാറ്റ്സ് ഇറ്റ്. സോ ഇൻ ഷോർട്ട്,
എസ് ലിമിറ്റഡ് ഒരു ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ എസ് ലിമിറ്റഡ് എന്താണ് എൻട്രി ചെയ്തതെന്ന് ചോദിച്ചാൽ പി ആൻഡ് എൽ അക്കൗണ്ട്. ലെറ്റ്സ് ഇപ്പൊ 10,000 രൂപയാണ് മൊത്തം എസ് ലിമിറ്റഡ് കൊടുത്ത ടോട്ടൽ ഡിവിഡൻഡ്. അങ്ങനെയാണെങ്കിൽ അവർ എൻട്രി എന്താ ചെയ്താന്ന് ചോദിച്ചാൽ പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അല്ല ഡിവിഡൻഡ് ഡിക്ലെയർഡ് ആണ് ബട്ട് നോട്ട് പെയ്ഡ് ആണെങ്കിൽ ഡിവിഡൻഡ് പേയബിൾ. റെഡി? സോ 10,000 റുപ്പി. അപ്പോൾ കൊടുക്കുന്ന കമ്പനി ഇപ്പൊ ഇനി ഇത് പാരന്റിനാണ് കൊടുക്കുന്നത് NCAക്കാണ് കൊടുക്കുന്നതെന്ന് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ആർക്കും ഒരു പേയ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആർക്കാണ് പേയ്മെന്റ് കൊടുക്കുന്നത് എന്നല്ല, നമ്മൾ പേയ്മെന്റ് കൊടുക്കുമ്പോൾ വി വിൽ ക്രെഡിറ്റ് ടു ക്യാഷ്. അത് ആർക്കാണെങ്കിലും അതേപോലെയാണ് ഇവിടെയും. റെഡി? സോ ഇനി ഇതിൽ 80% എച്ച് ലിമിറ്റഡ് ആണ് എങ്കിൽ സ്വാഭാവികമായിട്ടും എച്ച് ലിമിറ്റഡും അവരുടെ സെപ്പറേറ്റ് ബുക്കിൽ ഒരു എൻട്രി ചെയ്തേ മക്കളെ. എന്താ എൻട്രി ചെയ്താ? സ്വാഭാവികമായിട്ടും എന്താ എൻട്രി ചെയ്തും? ക്യാഷ്. ഡിവിഡൻഡ് ഇവർക്ക് കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ ഡിവിഡൻഡ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. ഇതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞേ? റെഡി? അപ്പോ ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, എമൗണ്ട് ഈ 10,000ന്റെ 80% അല്ലേ നമുക്ക് കിട്ടുള്ളൂ, അതായത് 8,000. റെഡി? ദാറ്റ്സ് ഇറ്റ്. സോ ഇൻ ഷോർട്ട്, ദിസ് ഇസ് വാട്ട് അബൌട്ട് ദ ബേസിക് ജേർണൽ എൻട്രി ഓഫ് ഡിവിഡൻഡ്. റെഡി? ആൻഡ് അപ്പോ അതൊന്ന് കാണാം. ക്ലിയർ? ജസ്റ്റ് എ മിനിറ്റ്. യാ, സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബേസിക് ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലെറ്റ്സ് ഇവിടെ എസ് ലിമിറ്റഡ് ആണ് ഡിവിഡൻഡ് കൊടുക്കുന്നതെങ്കിൽ അപ്പോഴാണ് ഇത് രണ്ടുപേരെയും ബാധിക്കുക. റെഡി? എച്ച് ലിമിറ്റഡ് ഡിവിഡൻഡ് കൊടുത്താൽ എച്ച് ലിമിറ്റഡിനെ മാത്രമേ ബാധിക്കുള്ളൂ. ക്ലിയർ? നൗ എസ് ലിമിറ്റഡ് ആണ് ഡിവിഡൻഡ് കൊടുക്കുമെങ്കിൽ അവരുടെ പി ആൻഡിൽ പ്രോഫിറ്റ് കുറയും, ക്യാഷ് കുറയും. എപ്പോ? പെയ്ഡ് ആണ് എങ്കിൽ. പെയ്ഡ് അല്ല, പേയബിൾ ആണ്. ഡിക്ലെയർഡ് ബട്ട് നോട്ട് പെയ്ഡ് ആണെങ്കിൽ ഡിവിഡൻഡ് പേയബിൾ ആയിരിക്കും. ഇനി സ്വാഭാവികമായിട്ടും അത് എസ് ലിമിറ്റഡ് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു അംശം ആർക്കും കിട്ടൂടാ? എച്ച് ലിമിറ്റഡിനും കിട്ടും. റെഡി? അപ്പോ ഇവിടെ ഇവരെന്തായിരിക്കും എൻട്രി ചെയ്ത? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. റിസീവ്ഡ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട്, റിസീവ്ഡ് അല്ല ഡിക്ലെയർഡ് ആണ് എങ്കിൽ ഡിവിഡൻഡ് റിസീവബിൾ ടു പി ആൻഡ് എൽ. പക്ഷെ ഇവിടെ എഴുതുമ്പോൾ ഓൺലി ഷെയർ ഓഫ് പാരന്റ് ഡിവിഡൻഡ്, അതായത് ടോട്ടൽ 10,000 ആണ് എസ് ലിമിറ്റഡ് ഡിവിഡൻഡ് കൊടുത്തെങ്കിൽ അതിൽ 80% ആണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ 8,000 ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവർ എൻട്രി ചെയ്തുമ്പോൾ കറസ്പോണ്ടിംഗ്ലി അവരുടെ പ്രൊപ്പോർഷൻ 8,000 എമൗണ്ട് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും ജേർണൽ എൻട്രി ചെയ്യുക. ആർ യു ഓക്കെ? ദിസ് ഇസ് വാട്ട് അബൌട്ട് ദ ബേസിക് ക്ലാരിറ്റി ആൻഡ് ബേസിക് എൻട്രീസ് ഓഫ് ഡിവിഡൻഡ്. ക്ലിയർ? വളരെ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, നൗ റിമെമ്പർ, ഇനി നമ്മൾ ഇതിനെ മെല്ലെ കൺസോൾട്ടേഷനിലെ ഇമ്പാക്റ്റിലോട്ട് പോവാണ്. അപ്പൊ ആദ്യം ഞാൻ പറയുന്നത് ഇവിടെ കൺസോൾട്ടേഷനിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ് അല്ല, പകരം കൺസോൾട്ടേഷനിൽ വരുന്ന ഒരു കോമൺ ഐറ്റത്തിന്റെ ക്ലാരിറ്റിയാണ്. റിമെമ്പർ, ഇപ്പോ നമ്മുടെ കേസിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഡിവിഡൻഡ് ഡിക്ലെയർഡ് ആണ്, പെയ്ഡ് ആണെങ്കിൽ എൻട്രിയുടെ മാറ്റം. ഇനി ജസ്റ്റ് ഇമാജിൻ ഇവിടെ ഡിവിഡൻഡ് ഡിക്ലെയർഡ് ആണ് ബട്ട് നോട്ട് പെയ്ഡ്. അപ്പൊ എന്തായിരിക്കും കൊടുക്കുന്ന കമ്പനി എൻട്രി? പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിവിഡൻഡ് പേയബിൾ. ലെറ്റ്സ് സേ 10,000 ആണ് എസ് ലിമിറ്റഡ് ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡ്. അതിൽ 8,000 ആർക്കായിരിക്കും? പാരന്റ് കമ്പനി ആയിരിക്കും. അപ്പൊ അതേ സമയത്ത് പാരന്റ് കമ്പനി എന്ത് എൻട്രി ചെയ്യണം? ഡിവിഡൻഡ് റിസീവബിൾ. കിട്ടിയിട്ടില്ല, ഡ്യൂ ആണ് ബട്ട് നോട്ട് റിസീവ്ഡ്. അങ്ങനെയാണെങ്കിൽ ഡിവിഡൻഡ് റിസീവബിൾ അക്കൗണ്ട്. റെഡി? അപ്പൊ അത് കാരണം അവരുടെ SFS ഉണ്ടാവുന്ന ഇമ്പാക്ട് ഒന്ന് കാണാം. റെഡി? സ്വാഭാവികമായിട്ടും എച്ച് ലിമിറ്റഡിന്റെ ബുക്കില് ഒരു കറണ്ട് അസറ്റ് ഉണ്ടാവും, ഡിവിഡൻഡ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് അല്ലേ? റെഡി? ഒരു കറണ്ട് അസറ്റ് ഉണ്ടാവും, എന്തായിരിക്കും? 8,000 എന്ന് പറഞ്ഞിട്ട്. റെഡി? അതേ പോയിന്റിൽ നമ്മുടെ എസ് ലിമിറ്റഡില് കറണ്ട് ലാബിലിറ്റിയിൽ അവരുടെ ബാലൻസ് ഷീറ്റ് ആണ് കേട്ടോ ഇത്. ഡിവിഡൻഡ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് 10,000 ഉണ്ടാവും. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ചെയ്യുക. അങ്ങനെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ലൈൻ ബൈ ലൈൻ അഡീഷൻ നടത്തുമ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു അസറ്റും അതിന്റെ കൗണ്ടർ ഇവിടെ ഒരു ലാബിലിറ്റി ഉണ്ടാവും. നൗ ദിസ് ഇസ് എ കോമൺ ഐറ്റം. അതായത് ഡിവിഡൻഡ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് 8,000 ഉണ്ട്. പക്ഷെ ഈ 8,000 നമുക്ക് ആരിൽ നിന്ന് കിട്ടാനുള്ളതാണ്? സബ്സിഡറിയിൽ നിന്നും കിട്ടാനുള്ളതാണ് അല്ലേടാ? അതുകൊണ്ട്
സബ്സിഡറിയിൽ നിന്നും കിട്ടാനുള്ളതാണ്. അപ്പൊ ഇതൊരു കോമൺ ആയിട്ടാണ്. അപ്പൊ ഡിവിഡൻഡ് റിസീവബിൾ എഴുതുമ്പോൾ 0 എന്ന് എഴുതണം. ഇനി അതേ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റിയുടെ ലൈൻ ബൈ ലൈൻ അഡീഷൻ നടത്തുമ്പോൾ കറണ്ട് ലാബിലിറ്റിയിൽ ഒരു ഡിവിഡൻഡ് പേബിൾ ഉണ്ടാവുമല്ലോ, അതിൽ 10,000 ഉണ്ട്. പക്ഷെ ആ 10,000 കോമൺ ആയിട്ടല്ല, അതിൽ 8,000 കോമൺ ആയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ 2,000 എന്ന് കാണിക്കും. റെഡി? അപ്പൊ ഈ കോമൺ ആയിട്ട് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ക്വസ്റ്റനിൽ ഡിവിഡൻഡ് ഡിക്ലെയർഡ് എന്ന് മാത്രം കാർഡാണ്, പെയ്ഡ് എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നില്ല എങ്കിൽ മാത്രമാണ് ഈ അഡ്ജസ്റ്റ്മെന്റ്. ഇതാണ് കൺസോളിഡേഷനിലോട്ട് വരുമ്പോൾ ഡിവിഡൻഡിന്റെ ആദ്യ ഇമ്പാക്ട്, ആദ്യ കോമൺ ഐറ്റം. റെഡി? ദാറ്റ്സ് ഇറ്റ്. ആർ യു ഓക്കെ? Ready? So now this is what I have to say. If dividend declared but not paid, then there will be a common item of dividend receivable versus dividend payable. So since we eliminate this common item, clear? റെഡി? അതല്ല കേട്ടോ ഞാൻ പറയാൻ പോകുന്ന മേജർ അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റെപ്പുകളിലൊന്നും ഉണ്ടാവുന്ന അഡ്ജസ്റ്റ്മെന്റ് ഇതല്ല. റെഡി? ദാറ്റ്സ് ഇറ്റ്. നൗ ഇവിടെ ഇൻ കേസ് ഇപ്പൊ നമ്മൾ ഒരു ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൊടുക്കുന്ന കമ്പനി ഇതാണ് എൻട്രി, കിട്ടുന്ന കമ്പനി ഇതാണ് എൻട്രി. പക്ഷെ ചിലപ്പോൾ ചില ക്വസ്റ്റ്യനില് എന്തു പറയും, കൊടുക്കുന്ന ഇവര് ഇത് കൃത്യമായി ജേർണൽ എൻട്രി എഴുതി, അതുകൊണ്ട് തന്നെ അവരുടെ സ്വാഭാവികമായിട്ടും അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ അതിന്റെ ഇമ്പാക്ട് ഒക്കെ വന്നിട്ടുണ്ട്. അത് അവരുടെ സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റ് കറക്റ്റ് ആണ് അല്ലെ? പക്ഷേ എച്ച് ലിമിറ്റഡ് ഇതിന് ആനുപാതികമായിട്ടുള്ള എൻട്രി എഴുതിയിട്ടില്ല എന്ന് പറയാണ്. എൻട്രി നോട്ട് റെക്കോർഡഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസോളിഡേഷൻ ചെയ്യുന്നതിന് മുന്നേ ഇവരുടെ സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റ് ഒന്ന് ശരിയാക്കണം. അതായത് ഈ എൻട്രിക്ക് തത്തുല്യമായ ഇമ്പാക്ട് അഡ്ജസ്റ്റ് ചെയ്യണം. എന്താ തത്തുല്യമായ ഇമ്പാക്ട്? ഇപ്പൊ ലെറ്റ്സ് സേ ഒരു ഡിവിഡൻഡ് കിട്ടി പക്ഷെ അത് റെക്കോർഡ് ചെയ്തിട്ടില്ല എങ്കിൽ ക്യാഷും കൂടും പ്രോഫിറ്റും കൂടും അല്ലെ? പക്ഷെ ഡിവിഡൻഡ് ഡിക്ലെയർഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ആണെങ്കിൽ ഒരു കറണ്ട് അസറ്റും കൂടും, അതുപോലെ അവരുടെ പ്രോഫിറ്റ് കൂടും. ഇത്തരത്തിൽ എന്തെങ്കിലും എററോ അല്ലെങ്കിൽ ഒമിഷൻസ് ഉണ്ടെങ്കിൽ അത് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യണം. റെഡി? ഇഫ് എനി കമ്പനി ഡിഡ് നോട്ട് അക്കൗണ്ടഡ് ദ ഡിവിഡൻഡ് then make corresponding adjustment, or if any company made any wrong treatment then we have to rectify. ഇത് സ്വാഭാവികമായിട്ടും ക്വസ്റ്റനിൽ കൃത്യമായിട്ട് പറയും അവര് അക്കൗണ്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റനിൽ മാത്രം എന്ത് ചെയ്യണം, അത് ഒന്ന് റെക്ടിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. റെഡി? പക്ഷെ അതൊരു ജനറൽ അഡ്ജസ്റ്റ്മെന്റ് ആയിക്കല്ലേ, എല്ലാ ക്വസ്റ്റനിലൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. റെഡി? നൗ ആദ്യം നമ്മൾ പറഞ്ഞത് മറക്കണ്ട, ജസ്റ്റ് ഡിക്ലെയർഡ് ആണെങ്കിൽ അവിടെ ബാലൻസ് ഷീറ്റിൽ ഒരു റിസീവബിൾ വേഴ്സസ് പേയബിൾ. അപ്പൊ ഇത് എന്റെ കോമൺ ഐറ്റത്തിന്റെ ഒരു പുതിയ എക്സാമ്പിൾ കൂടിയാണ്. ദാറ്റ്സ് ഇനിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഡിവിഡൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലോട്ട് വരുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നൗ ഇതുവരെ നമ്മൾ കണ്ടത് ഇതാണ്. റെഡി? നൗ നമ്മുടെ ഡിവിഡൻഡ് നമ്മുടെ സ്റ്റെപ്പ് വാക്കിംഗ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി നമ്മുടെ സ്റ്റെപ്പ് 3 ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് അത് കാണിക്കാൻ വേണ്ടി ലെറ്റ്സ് സീ എ കേസ്. ലിസൺ. ഉദാഹരണം, നമ്മുടെ ഡേറ്റ് ഓഫ് അക്വസിഷൻ 1/10/2020 ആണ്. കൺസോളിഡേഷൻ ഡേറ്റ് ആ ഇയറിന്റെ എൻഡിലാണ്. ആൻഡ് ആ വർഷം ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാണ് 10,000. പക്ഷെ ഡിക്ലെയർ ചെയ്യുന്നത് നമ്മൾ അക്വയർ ചെയ്ത ഡേറ്റിന് ശേഷമാണ്. റെഡി? സോ ആൻഡ് അവരുടെ ഈ വർഷത്തെ, അതായത് 2021 പി ആൻഡ് എല്ലിന്റെ ക്ലോസിങ്ങും ഓപ്പണിംഗും ആണ് തന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആ വർഷം അവരെന്ത് ചെയ്തിട്ടുണ്ട്, 31/3/21 ഒരു ഡിവിഡൻഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് 10,000. ആ 10,000 ശേഷമാണ് ഈ 60,000, നോട്ട് ഇറ്റ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് എങ്ങനെയായിരിക്കും? ലെറ്റ്സ് സീ ദ സെയിം ക്വസ്റ്റ്യൻ ഇൻ എ പിക്ചർ. ഞാൻ ഈ വർഷം ഓപ്പൺ ചെയ്യുന്ന 1/4 ഇവിടെ 40,000 ആണല്ലോ, നോട്ട് 20,000, 40,000 ആണുള്ളത്. റെഡി? ദാറ്റ്സ് ഇറ്റ്. ഇനി ഞാൻ പാരന്റ് സബ്സിഡറിയിൽ അക്വയർ ചെയ്യുന്ന ഡേറ്റ് 1/10 ആൻഡ് ഇനി എസ് ലിമിറ്റഡ് 31/3/21 തന്നെ ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാണ്. എത്രയാണ്? 10,000. ഇത് ഡിവിഡൻഡ് ഡിക്ലെയർഡ് ആവാം, അല്ലെങ്കിൽ പെയ്ഡ് ആവാം, എന്തുമാവാം. കാരണം ഇവിടെ ഡിക്ലെയർഡ് ആണ് എങ്കിൽ അത് എൻ്റെ അസറ്റിൽ ഒരു മാറ്റം ഉണ്ടാക്കും, കോമൺ ഐറ്റം.
പക്ഷെ പെയ്ഡ് ആണെങ്കിൽ അങ്ങനെ ഒരു കോമൺ ആയിട്ട് ഉണ്ടാവില്ല. പക്ഷെ പെയ്ഡ് ആണെങ്കിലും ഡിക്ലെയർഡ് ആണെങ്കിലും നമ്മൾ എൻട്രി ചെയ്തുമ്പോൾ നമ്മുടെ സബ്സിഡറിയുടെ പി ആൻഡ് എല്ലാം ബാധിക്കുമല്ലോ. പെയ്ഡ് ആണെങ്കിലും അതുപോലെ ഡിക്ലെയർഡ് ആണെങ്കിലും പി ആൻഡ് എൽ ഡെബിറ്റ് ചെയ്യല്ലോ. അതുകൊണ്ട് സ്റ്റെപ്പ് 3 ഈ പറയാൻ പോകുന്ന വർക്കിംഗ്സ് എപ്പോഴും ചെയ്യണം. ഡിക്ലെയർഡ് ആവട്ടെ പെയ്ഡ് ആവട്ടെ, റൈറ്റ്? ദാറ്റ്സ് ഇറ്റ്. അത് മറക്കല്ല കേട്ടോ. നൗ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക? ഇപ്പൊ ഇവിടെ ക്ലോസിംഗ് പി സ്റ്റെപ്പ് 3 ക്ലോസിംഗ് പി ആൻഡ് എൽ വർക്കിംഗ് ക്ലോസിംഗ് 60,000 ആണുള്ളത്. റെഡി? ഓപ്പണിംഗ് എത്രയാണുള്ളത്? 40,000. ആൻഡ് then current year profit 20,000. and now remember date to equation 1:10 ആയതുകൊണ്ട് പ്രീ പോസ്റ്റ് കാണാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പണിംഗ് 40,000 പ്ലസ് 20,000 into 6 divided by 12, അതായത് 50,000 പ്രീല് വരും. ആൻഡ് പോസ്റ്റില് എത്രയാ വരാ? സ്വാഭാവികമായിട്ടും 20,000 into 6 divided by 12, 10,000 ഇങ്ങനെയാണ് വരിക. പക്ഷേ ഈ വർഷം നമ്മൾ ഈ 1/10 ശേഷം, ഇത് പോസ്റ്റ് പീരീഡ് അല്ല മക്കളെ, ഈ പോസ്റ്റ് പീരീഡിൽ ഇവർ ഒരു ഡിവിഡൻഡ് കൊടുത്ത്, ഈ ഡിവിഡൻഡ് ഒരു ഇറഗുലർ ഐറ്റം ആണ്, നോൺ റെക്കറിംഗ് ഐറ്റം ആണ്, അല്ലെങ്കിൽ ഒരു വൺ ടൈം ഐറ്റം ആണ്. സോ ഇനി ഇതിന്റെ വർക്കിംഗ് ലൈക്ക് ഇതിന്റെ ട്രിക്ക് എന്താ ചോദിച്ചാൽ, നമ്മൾ സ്റ്റെപ്പ് 3 ഇപ്പോൾ ഒരു അബ്നോർമൽ ലോസ് ഉണ്ടാണെങ്കിൽ എങ്ങനെയാണോ വാക്കിംഗ് അതേപോലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം ഇപ്പോ നമ്മൾ ഈ കറണ്ട് ഇയർ പ്രോഫിറ്റ് ഇപ്പൊ കിട്ടിയ 20,000 എന്നുള്ളത് എന്റെ ഡിവിഡൻഡ് കുറച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് അല്ലേ? റെഡി? അതായത് ഡിവിഡൻഡും 10,000 കുറച്ചതിന് ശേഷം എനിക്ക് 60,000 ആണുള്ളത്. റെഡി? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ അബ്നോർമൽ ലോസിലൊക്കെ കാണുന്ന പോലെ ഈ കറണ്ട് ഇയർ പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇതിനോടുകൂടെ എന്ത് ആഡ് ബാക്ക് ചെയ്യാറുണ്ട്? അബ്നോർമൽ ലോസ് ആഡ് ബാക്ക് ചെയ്യാറുണ്ട്. അതേ സെൻസിലാണ് ഇനി കാര്യങ്ങൾ. റെഡി? സോ ഞാൻ കോൺസെപ്റ്റ് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. റെഡി? അപ്പൊ ഇവിടെ ബേസിക്കലി നമുക്കറിയാലോ, ഒരു വർഷം നമുക്കിപ്പോൾ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലോസിംഗ് പി ആൻഡിൽ കിട്ടുക, സ്വാഭാവികമായിട്ടും ക്ലോസിംഗ് പി ആൻഡിൽ കിട്ടുക ഓപ്പണിംഗ് പ്ലസ് കറണ്ട് ഇയർ പ്രോഫിറ്റ് മൈനസ് ഡിവിഡൻഡ്. ഇങ്ങനെയല്ലേ നമുക്കൊരു ക്ലോസിംഗ് പി ആൻഡിലെ എമൗണ്ട് കിട്ടുക. അതായത് ഓപ്പണിംഗ് പ്രോഫിറ്റ് എത്രയുണ്ടായിരുന്നു പ്ലസ് കറണ്ട് ഇയർ പ്രോഫിറ്റ് മൈനസ് ഡിവിഡൻഡ് എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇവിടെ ഓപ്പണിംഗ് 40,000 ഉണ്ടായിരുന്നു, പ്ലസ് ലെറ്റ്സ് സേ 30,000 ആയിരുന്നു കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്നിരിക്കുക, മൈനസ് 10,000 ഡിവിഡൻഡ്. അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് എത്രയായിരിക്കും? 60,000. ഇനി ഞാൻ നിങ്ങളോട് പറയാണ്, കറണ്ട് ഇയർ പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടില്ല. അപ്പൊ കറണ്ട് ഇയർ പ്രോഫിറ്റ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എങ്ങനെയാ കറണ്ട് ഇയർ പ്രോഫിറ്റ് കാണാ? കറണ്ട് ഇയർ പ്രോഫിറ്റ് എങ്ങനെയാ കാണാ? ക്ലോസിംഗ് മൈനസ് ഓപ്പണിംഗ് പ്ലസ് ഈ ഡിവിഡൻഡ് ആഡ് ബാക്ക് ചെയ്താൽ നമുക്ക് കിട്ടും. അതേപോലെ തന്നെയാണ്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു ഡിവിഡൻഡ് ഇല്ലായിരുന്നുവെങ്കിൽ എത്രയാകും എൻ്റെ കറണ്ട് ഇയർ പ്രോഫിറ്റ്? അത് കാണൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്ലോസിംഗ് 60, ഓപ്പണിംഗ് 40, ഡിവിഡൻഡ് 10 അല്ലേ? റെഡി? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കറണ്ട് ഇയർ പ്രോഫിറ്റ് എങ്ങനെയാ കാണാന്ന് ചോദിച്ചാൽ ക്ലോസിംഗ് മൈനസ് ഓപ്പണിംഗ് പ്ലസ് 10 ഡിവിഡൻഡ്. റെഡി? അപ്പോ 30,000 ആണ് ഡിവിഡൻഡ് കിട്ടുക. ഇതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്തത്? അബ്നോർമൽ ലോസ് ഒക്കെ ആണെങ്കിൽ സ്റ്റെപ്പ് 3 എങ്ങനെയാ ചെയ്യുക? നമ്മൾ ആ ലോസ് ആഡ് ബാക്ക് ചെയ്തിട്ട് അല്ലേ നമ്മുടെ നോർമൽ പ്രോഫിറ്റ് കാണുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ നോർമൽ പ്രോഫിറ്റ് കട്ട് ചെയ്യും. എന്നിട്ട് ഏത് പീരീഡിനാണോ അത് ഇപ്പൊ പോസ്റ്റിൽ നിന്നാണെങ്കിൽ അത് എക്സ്ക്ലൂസീവ്ലി കുറക്കും. അതേപോലെ തന്നെയാണ് ഇവിടെ. റിമെമ്പർ, ഈ ഡിവിഡൻഡ് ഒരു പോസ്റ്റിൽ നിന്ന് കൊടുത്തതാണ്. അതായത് പോസ്റ്റ് പീരീഡ് ആയ 31 മാർച്ച് 21 എന്ന് പറഞ്ഞാൽ ഈ 10,000 എന്ന് പറയുന്നത് പോസ്റ്റ് പീരീഡിൽ മാത്രം കൊടുത്തതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഇമ്പാക്ട് പോസ്റ്റിൽ നിന്ന് മാത്രം കുറക്കാവൂ. ഇത് റെഗുലർലി നടക്കുന്നതല്ല, ഇത് റെയർലി നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വൺസ് കറണ്ട് ഇയർ പ്രോഫിറ്റ് കണ്ടതിന് ശേഷം നമ്മൾ ആസ് യൂഷ്വൽ പ്രീയും പോസ്റ്റും കാണാം. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രീയും പോസ്റ്റും കാണുമ്പോൾ 40,000 ആണ് ഓപ്പണിംഗ് പ്ലസ് ഈ കറണ്ട് ഇയർ പ്രോഫിറ്റ് ഇല്ലേ, അതായത് കറണ്ട് ഇയർ പ്രോഫിറ്റ് ബിഫോർ ഡിവിഡൻഡ് അല്ലെങ്കിൽ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ വേർഡിങ് ഡിവിഡൻഡിനനുസരിച്ചിട്ട് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കറണ്ട് ഇയർ പ്രോഫിറ്റ് ബിഫോർ ഡിവിഡൻഡ്. അത് എത്രയാടാ? 30,000. റെഡി? ഇൻറ്റു 6 ഡിവൈഡ് ബൈ 12. അപ്പൊ നമുക്ക് എത്ര കിട്ടും?
55,000 കിട്ടും അല്ലേ. നൗ നമ്മൾ ഇനി പോസ്റ്റ് കാണുമ്പോൾ 30,000 into 6 divided by 12. അപ്പൊ നമുക്ക് എത്രയാ കിട്ടുക? 15,000 കിട്ടും. ബട്ട് ഈ 15,000 എന്ന് പറയുന്നത് നമുക്ക് ഡിവിഡൻഡ് കുറക്കുന്നതിന് മുന്നേ ഉള്ളതാണ്. റെഡി? സോ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കറിയാം ഈ ഡിവിഡൻഡ് നമ്മൾ എന്നാണ് ഈ കമ്പനി കൊടുത്തത്? പോസ്റ്റ് പീരീഡിൽ 31 മാർച്ച് 21. അതൊരു പോസ്റ്റ് ഡേറ്റ് ആണ്. അപ്പൊ എക്സ്ക്ലൂസീവ്ലി നമ്മൾ എന്ത് ചെയ്യുക? അവിടുന്ന് കുറക്കുക 10,000. അപ്പൊ എത്രയാ നമുക്ക് കിട്ടുക? 5,000. റെഡി? ദിസ് ഈസ് എ വർക്കിംഗ്. അപ്പൊ എന്തിനാണ് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ 10,000 എവിടുന്നാ കുറയാന്ന് ചോദിച്ചാൽ 5,000 പ്രീയിൽ നിന്നും കുറയും, 5,000 പോസ്റ്റിൽ നിന്നും കുറയും. അതാണ് നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പാക്ട് നിങ്ങൾ നോക്ക്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ 50,000 ഇവിടുന്ന് കിട്ടും, ഇവിടെ 10,000. അപ്പൊ എന്താ ഇവിടെ ഇമ്പാക്ട് എന്ന് ചോദിച്ചാൽ, ആക്ച്വലി പ്രീ ഡേറ്റിനല്ല ഈ ഡിവിഡൻഡ്. ഈ 1/10 എന്ത് ചെയ്തിട്ടില്ല? ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലല്ലോ സബ്സിഡറി. അപ്പൊ അന്ന് സ്വാഭാവികമായിട്ടും പ്രീ പ്രോഫിറ്റിൽ നിന്ന് കുറയാൻ പാടില്ല, ഒൺലി പോസ്റ്റിൽ നിന്നാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കറണ്ട് ഇയർ പ്രോഫിറ്റ് കാണുമ്പോൾ ഈ ഡിവിഡൻഡിന് മുന്നേ ഉള്ള പ്രോഫിറ്റ് കാണും. എന്നിട്ട് നമ്മൾ ഇത് സ്പ്രെഡ് ചെയ്യും, കട്ട് ചെയ്യും. എന്നിട്ട് ഏത് പീരീഡില? പോസ്റ്റിൽ നിന്ന് മാത്രം കുറയ്ക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും കറക്റ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ നിന്ന് എൻഡയർ 10,000 നമ്മൾ എവിടുന്നാ കുറക്കണ്ടേ? പോസ്റ്റിൽ നിന്ന്. അപ്പൊ ഇവിടെ 5ഉം ഇവിടെ 55 കിട്ടുക. ഐ ഓക്കെ? ദാറ്റ്സ് ഇറ്റ്. ദിസ് എ വർക്കിംഗ്. ക്ലിയർ ആണ് എന്ന് കരുതുന്നു. റെഡി? സോ ഇൻ ഷോർട്ട് നിങ്ങൾ ലോജിക് അല്ലെങ്കിൽ കോൺസെപ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് 3ൽ ഇപ്പോ പ്രീയും പോസ്റ്റും കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അബ്നോർമൽ ലോസ് ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ഈ അബ്നോർമൽ ലോസിനെ ആഡ് ബാക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ നോർമൽ പ്രോഫിറ്റ് കാണണം. എന്നിട്ട് ഈ നോർമൽ പ്രോഫിറ്റ് കട്ട് ചെയ്തിട്ട് ഏത് പീരീഡിലാണോ ഈ അബ്നോർമൽ ലോസ് സംഭവിച്ചത് അതിൽ നിന്ന് കുറക്കണം. അതേപോലെ തന്നെയാണ് ഇവിടെയും. അപ്പൊ നിങ്ങൾ ഇനി മുതൽ കറണ്ട് ഇയർ പ്രോഫിറ്റ് ഡിവിഡൻഡ് ഉള്ള കേസിൽ കാണുമ്പോൾ ക്ലോസിംഗ് മൈനസ് ഓപ്പണിങ്ങിനോടുകൂടെ എന്ത് ആഡ് ബാക്ക് ചെയ്യണം? ഡിവിഡൻഡ്. എന്നിട്ട് എവിടുന്ന് കുറക്കണം? പോസ്റ്റ് പിയാണ്ടിൽ നിന്ന് കുറക്കണം. ദാറ്റ്സ് ഇറ്റ്. സോ ഇൻ ഷോർട്ട് ഡിവിഡൻഡ് അഡ്ജസ്റ്റ്മെന്റ് എന്താന്ന് ചോദിച്ചാൽ, നൗ ദിസ് ഇസ് ദ ഡിവിഡൻഡ് അഡ്ജസ്റ്റ്മെന്റ്. സ്റ്റെപ്പ് 3യുടെ പി ആൻഡ് എൽ എന്ത് ചെയ്യണം? കറണ്ട് ഇയർ പ്രോഫിറ്റ് കാണുമ്പോൾ ക്ലോസിംഗ് മൈനസ് ഓപ്പണിംഗ് പ്ലസ് ഡിവിഡൻഡ്. എന്നിട്ട് എന്ത് ചെയ്യണം? പോസ്റ്റ് പിയാണ്ടിൽ നിന്ന്. കാരണം പോസ്റ്റ് പീരീഡിൽ കൊടുക്കുമ്പോഴാണ് ഇവിടെ പ്രീ പീരീഡിൽ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോ ജസ്റ്റ് ഇമാജിൻ ഈ എസ് ലിമിറ്റഡ് ഈ ഡേറ്റ് അക്വേഷന്റെ മുന്നേ ഒരു ഡിവിഡൻഡ് കൊടുത്താൽ അത് പ്രീ ഡിവിഡൻഡ് ആണെന്ന് പറയാം. പക്ഷെ അവിടെ അത് ഒരിക്കലും അപ്പോ എച്ച് ലിമിറ്റഡിന് കിട്ടൂല. അതായത് ഇവിടെ നമ്മൾ എച്ച് ലിമിറ്റഡിന് ഡിവിഡൻഡ് കിട്ടണമെങ്കിൽ എച്ച് അക്വയർ ചെയ്തതിന് ശേഷം എസ് ലിമിറ്റഡ് ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുമ്പോൾ അല്ലേ എച്ചിനും കിട്ടുള്ളൂ. സോ ഇൻ ഷോർട്ട് ഇവിടെ ഡിവിഡൻഡ് പോസ്റ്റിൽ കൊടുക്കുമ്പോ എച്ചിനും അതിന്റെ ഒരു ഭാഗമായിട്ട് കിട്ടുള്ളൂ. അപ്പയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. സോ ഇൻ ഷോർട്ട് നിങ്ങൾ ഇനി ഇത്രയാണ് ആലോചിക്കുക. ഡിവിഡൻഡ് ഒരു സബ്സിഡറി കമ്പനി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം അവരുടെ ഡിവിഡൻഡ് കറണ്ട് ഇയർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ലോസിംഗ് മൈനസ് ഓപ്പണിംഗ് പ്ലസ് ഡിവിഡൻഡ് എന്ന് ചെയ്യാം. എന്നിട്ട് നമ്മൾ പോസ്റ്റിൽ നിന്ന് കുറയ്ക്കാം. ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതേ വർക്കിംഗ് ആണ് ഇപ്പൊ നമ്മൾ മുന്നേ എ എസിലായിരുന്നെങ്കിൽ പ്രീ ഡിവിഡൻഡ് ആണെങ്കിൽ വേറൊരു വർക്കിംഗ്, പോസ്റ്റ് ഡിവിഡൻഡ് ആണെങ്കിൽ വേറൊരു വർക്കിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ ഏത് ഡിവിഡൻഡ് കൊടുത്തോ ഓൾവേസ് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ വർക്കിംഗ്സ് ആണ് ചെയ്യുക. സോ ഇൻ ഷോർട്ട് ദിസ് ഇസ് ദ പോയിന്റ്. നൗ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ നോട്ട് എഴുതിയ ഗ്യാപ്പില്ലേ മക്കളെ, ആ ഗ്യാപ്പിലോട്ട് വരിക. അവിടെ ആ ഗ്യാപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പോ ഓൾറെഡി നിങ്ങൾ റീവാലുവേഷന്റെ നോട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ റീവാലുവേഷന്റെ നോട്ട് എഴുതിയിട്ടുണ്ടാവും. റെഡി? അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ചോദിച്ചാൽ, ഈ റീവാലുവേഷന്റെ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. റീവാലുവേഷൻ ഓൺ കറണ്ട് ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്കഷനും കൂടെ കമ്മിങ് വീഡിയോയിൽ വരാനുണ്ട്. റെഡി? അപ്പൊ എന്ത് ചെയ്യാ? റീവാലുവേഷന്റെ നോട്ട് എഴുതിയതിന് തൊട്ട് ശേഷം ഒരു 1 പേജ് ലീവ് ചെയ്തിട്ട് എന്ത് ചെയ്യാ? ഒരു പുറം ലീവ് ചെയ്തിട്ട് ഈ നോട്ട് എഴുതാ. റെഡി? ദാറ്റ്സ് ഇറ്റ്. ഈ നോട്ട്
എഴുതാ. ഓക്കെ, എന്നാൽ കറക്റ്റ് ഓർഡറിൽ നിങ്ങൾക്ക് പിന്നീട് വായിക്കാം. ഇൻ കേസ് അതൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ ബെറ്റർ റീവാലുവേഷന്റെ നിലവിലുള്ള നോട്ട് ചെയ്തതിന് ശേഷം ഒരു വൺ സൈഡ് ലീവ് ചെയ്യുക, എന്നിട്ട് ഈ നോട്ട് ചെയ്താൽ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇനി ഇതിനെ കൂടെ കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാനുള്ളത്. സോ ദാറ്റ് വി വിൽ സീ ഇൻ കമ്മിങ് വീഡിയോ. ബൈ. സോ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുക്കാം. ദാറ്റ്സ് സ്ക്രീൻഷോട്ട് അല്ല, ഐ മീൻ ജസ്റ്റ് പോസ് ചെയ്തിട്ട് എഴുതാം. താങ്ക് യു.